കട്ടി എടി വാടി വാടി എന്നും പൊന്നും കട്ടി നീ എന്നെ കരണിനക്കരമുത്തല നീ എന്നെ കാണുമ്പോഴെ നിന്ന വിളിക്കല എന്നെ കണ്ട രാഗാദേവി കുടിക്കാതിച്ചിരി കഞ്ഞിതാടി ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്ത് ആരുമില്ലേ? ഇവിടെ എങ്ങും ആരുമില്ല. അല്ല ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പണിച്ചം വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള വെച്ചു. അതെവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോറിട്ട് അങ്ങോട്ട് അടുക്കാൻ വരാം. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ വിളിക്കുന്നു. അയ്യോ 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 ഈശ്വരാ, എന്തിന് നീ എന്നെ മേലില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നാം ഈ അട്ടപ്പുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരൊപ്പിച്ച പോലെ. ഈശ്വരാ, എന്നെ എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരികയോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പടി. സമ്പൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാടാ പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വെച്ചാൽ ഈ നാമേച്ചിക്ക് മരപ്പറ്റി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ കഥാപ്രസംഗ പരിപാടി ഉണ്ട്. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ? അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട. അതിന്റെ ആ ഈ കെട്ട് എങ്ങനെ വെട്ടാതിരിക്കും? ഞാൻ എനിക്ക് കിളിപോലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലോ ഞാൻ കെട്ടിച്ചെന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല വക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല വക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണും പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തരി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ഡെല്ലിമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വെല്ലുമ്മയാണവൾ. അടിക്കല്ലേ? എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താലും എന്താ കുഴപ്പം? എന്നോട് തലക്കടിക്കും ഞാൻ, തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായി
അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തങ്കത്തൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. കുരുത്തങ്കത്തൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂറണ തങ്കപ്പൻ, നല്ല തല്ലുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് വളർത്തിക്കൊള്ളാം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പൊ തന്നെ ഇവിടെ കിട്ടും. ഈശ്വര, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്താ? നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, ഹലോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ആരാ വരൂ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടലും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? ഈ വാക്കിന്റെ വിക്രീതത്തോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീകൾ, അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്കൻ ശ്യാമവൻ കോമളൻ. പിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീകൾ. കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. ജോലിഫിക്കേഷൻ ജോലിഫിക്കേഷൻ. Correct. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തികല കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ. അല്ല, ഭാഷ വള്ളിയിടാൻ നടന്നുപോയതാ. ആരുണ്ട്? അതാരാ? കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി വിളിക്കും. അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? വീട്ടിലെ പോട്ടി. അല്ല പിന്നെ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പുങ്കവൻ? തുറന്നാൽ പച്ചത്തരി, കൈയെടുത്താൽ കുമ്പിലിടി, പാത്തപ്പന് പോലീസിലാട്ടോ ആറ്റുവാങ്ങി കേട്ടൊതുക്കലി നോക്കി. പശുവുള്ള ലേമൻ, വിശയുള്ള കേമൻ, പക്കിയെടുത്തണിഞ്ഞാൽ വെറും പെടക്കാടിയാൽ മുക്കിലത് ദേഷ്യം വന്ന ഉടനെ വിളി തള്ളക്കും തള്ളൻ. തുറന്നാൽ തെറി പറയും, ചുണ്ടി പേടിക്കും, നോക്കി നിന്നാൽ പിടിച്ചുടനെ നോക്കിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കമ്പനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യമല്ല, ആരാണ്? കല്ലത് സാറിന്റെ മകളെ കാണാമെന്ന് ചെറുക്കന്റെ തന്തയാണിത്. അത് ശരി, എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. എല്ലാരും കൂടി എന്നെ പെടുത്തുന്നു. പോയി വിളിച്ചോടാ. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ മുതലായും പഞ്ചസാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കുമ്പുവാടും.
ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പഴിച്ചു വെച്ച് മുട്ടങ്കിടിയിടിക്കും ഞാൻ. നട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാക്കി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. മഹാരാജാവിന്റെ ശ്രീമന്തപുത്രൻ പട്ടുണ്ണിക്കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. ഹര ഹരോ ഹര ഹര. ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവള് വിളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ നോക്കി പിന്നെ ഇറക്കി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തിച്ചാർജ് നടത്താം. ഇത് നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. എന്താ ചായ ഇനി തന്നെ എന്ത് പറ്റി? പൊള്ളിപ്പോയി. ആട്ടെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്താ? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെനിക്ക് ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്നെ തുറച്ചു നോക്കുന്നേ. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കുവോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി. ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി. ഒരുങ്ങി വന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കെട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂറ് പോകുന്നതിന് നിന്റെ അച്ഛനെന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് വരുന്ന കാര്യം. പോലീസുകാരൻ ബ്രോക്കറെ, ഈ 1 1 എത്രയാണ്? 2. എന്നാലേ ഈ 2
എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നുപോലെ പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാടാ, അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും, പിന്നെ കനകാപുരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്തല്ലേ വിളിച്ചോണ്ട് വന്നത്. ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേരെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെ പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്, സൗഭാഗ്യം. അതെ കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കൂടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രമുതലെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നർത്തന്മാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. ഗോവിന്ദ